ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനുള്ള മസാലപ്പുട്ടാണ് റെഡിയാക്കുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ പുട്ടുപൊടിയാണ്. അതുപോലെ തന്നെ ഞാൻ 1 ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ പെരുംജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. പെരുംജീരകം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പ്. നമ്മൾ കുഴയ്ക്കുന്നത് പാകത്തിന് ഉപ്പ് വേണം. കുഴയ്ക്കുന്നത് തേങ്ങ അരച്ച അതിലാണ് കേട്ടോ. പച്ചവെള്ളത്തിലല്ല കുഴയ്ക്കുന്നത്. കാണിച്ചു തരാവേ. ആദ്യം തന്നെ പുട്ടുപൊടി എടുത്തു. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. കറി കൂട്ടി കഴിക്കുന്നത് കൊണ്ട് നമ്മൾ ഉപ്പ് പാകം നോക്കി ഇടാവുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, പെരുംജീരകം, നമ്മുടെ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, മല്ലിയില എല്ലാം കൂടെ അങ്ങോട്ട് തട്ടിക്കൊടുത്തു. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ പുട്ടുപൊടി നന്നായിട്ട് കുഴച്ച് തട്ടിപ്പൊത്തി ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. ഇത് നമ്മൾ കുതിരും, പൊടി നന്നായിട്ട് കുതിരും. അതുകൊണ്ട് നനവ് വേണം, അല്ലെങ്കിൽ പൊടി അങ്ങ് ഉണങ്ങിപ്പോവും. ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേന് നല്ല രസമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. ഇനി നമുക്ക് ഓരോ സൈഡ് ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി. കണ്ട, കോരി അങ്ങോട്ട് വെക്കുക. പുട്ടുപൊടിയുടെ നനവ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നനവ് കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും പ്രശ്നമാണ്. കുറഞ്ഞു പോയാൽ പൊട്ടിപ്പോവും പുട്ട്. കുറഞ്ഞും പോകരുത്, കൂടി പോകരുത് കേട്ടോ. അപ്പോൾ അതാ നോക്കിയേ, ഇത് കുക്കറിൽ ഇങ്ങനെ ചിരട്ടപ്പുട്ടേ ഭയങ്കര ഫാസ്റ്റാണ്. വേഗം ആകും കേട്ടോ. നോക്കിയേ, നമ്മുടെ പൊടിയുടെ പരുവം എങ്ങനെയാണെന്നറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരും. അതാ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ആവണം. കണ്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതാണ് നമ്മുടെ പുട്ടുപൊടിയുടെ പരുവം. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. നമുക്കൊരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം. നമ്മുടെ മസാലപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പുട്ടിനകത്തുണ്ടല്ലോ നമുക്ക് സ്വീറ്റ് കോണോ അല്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസോ അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ എന്ത് വേണേലും ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴത്തേനും വെജിറ്റബിൾസൊക്കെ അവർക്ക് കൂടുതൽ വയറ്റിലോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുത്താൽ അവർ കഴിച്ചോളും. നല്ല ടേസ്റ്റുള്ള ഒരു പുട്ടാണ്. ഇതിന് ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ വെറുതെ തന്നെ തിന്നാം. കറി കൂട്ടി തിന്നുവാണെങ്കിൽ ചിക്കൻ കറിയോ വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ എന്താ പറയുക, മീൻകറി, എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാവുന്ന അടിപൊളി ഒരു പുട്ട. ഉണ്ടാക്കി നോക്കിക്കോ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനുള്ള ഒരു ഡിഷും കൂടെ ഇത് കേട്ടോ. അവർക്കൊക്കെ ചിക്കൻ കറിയുടെ കൂടെയാണ് കൊടുക്കുന്നേ. നമുക്ക് നോയമ്പാണല്ലോ, നാളെയും കൂടി ഉണ്ടല്ലോ. നല്ല സോഫ്റ്റ് പുട്ടാ കേട്ടോ. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ബൈ.